ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ഒരു വഹാബി പുരോഹിതൻ, അയാളുടെ DP ഇങ്ങനെ ഒരു പുല്ലിൻ്റെ ഫോട്ടോ ആണ്. അയാളുടെ പേര് ഇതിൽ കാണുന്നത് ഹമീൻ അരീക്കോട്. അങ്ങനെയൊക്കെയാണ്. അയാളുടെ നമ്പർ 62 38 37 45 98. ഈ ഗ്രൂപ്പിലൊക്കെ, ഞാനുള്ള ഗ്രൂപ്പിലൊക്കെ ഇയാളുണ്ട്. അപ്പോൾ ഇയാൾ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് കണ്ടപ്പോൾ ആളെ PMൽ ആൾ ഭയങ്കര സ്ട്രോങ്ങിൻ്റെ ആളാണ്, തെറിയൊക്കെ പറയൂ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ സമാധാനത്തിൽ അയാളോട് ചോദിച്ചു, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന വിശ്വാസിയാണോ നീ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന വിശ്വാസമല്ല, ഈ മുജാഹിദുകൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ അവയവങ്ങൾ നമ്മളെപ്പോലെ അല്ല, എന്നാലും അവയവം ഉണ്ട് എന്ന് എനിക്ക് പറയും. അപ്പോൾ ഇയാളെ വാദം അറിയാനൊക്കെ ഞാൻ ചോദിച്ചതായിരുന്നു. അപ്പോൾ ഇയാൾ അതിന് മറുപടി പറഞ്ഞത് കണ്ടോ, ഖുർആനിൽ വിശ്വാസമുണ്ടോ താങ്കൾക്ക്? ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരായത്ത് ഉദ്ധരിച്ചു. യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമ ഖലഖ്തു ബിയദയ്യ എന്നായത്ത്. എൻ്റെ കൈകൊണ്ട് എന്ന് അയാൾ തന്നെ അതിന് അർത്ഥം എഴുതി അയച്ചു. അവിടെ എൻ്റെ കൈകൊണ്ട് എന്നർത്ഥമുണ്ടോ ഇല്ലേ എന്നതൊക്കെ മറ്റൊരു വിഷയം. എന്നിട്ട് അയാൾ ചോദിച്ചു, ഇത് അംഗീകരിക്കുമോ? തെളിവ് ഇട്ടത് ഖുർആൻ ആയത്താണ്. അപ്പോൾ ഇയാൾ അവയവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കോ ഇയാൾ എഴുതിയ പരിഭാഷൻ്റെ അടിസ്ഥാനത്തിൽ, യഥാർത്ഥ പരിഭാഷ അതാണോ അല്ലേ എന്നത് മറ്റൊരു വിഷയം. അതുപോലെ വേറെയും ആയത്ത് ഇയാൾ കൊണ്ടുവന്നു. ഏതൊരുവൻ്റെ കയ്യിലാണോ എന്ന ആയത്ത് എന്ന പരിഭാഷ അയാൾ പെടുത്തി. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന ആയത്തിന്. ബൽ യദാഹു മബ്സൂത്തത്താനി എന്നതിന് അയാൾ ഇരു കൈകളും നിവർത്തപ്പെട്ടവയാകുന്നു എന്നൊക്കെ അയാളിങ്ങനെ പരിഭാഷപ്പെടുത്തി അയച്ചു. അതുപോലെ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് യദുല്ലാഹി മൽ അള്ളാഹുവിൻ്റെ കൈ നിറഞ്ഞിരിക്കുന്നു എന്നതാ അയാൾ എഴുതിക്കണതിൽ. അങ്ങനെയൊക്കെ പരിഭാഷ ഹദീസ് ബുഖാരി എന്നൊക്കെ കൊടുത്തുക്കണം. അതുപോലെ അള്ളാഹുവിൻ്റെ വലത് കൈ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നും അയാൾ പരിഭാഷയിൽ. പിന്നെ അയാൾ പറയുകയാണ്, ഒരുപാട് ആയത്തും ഹദീസും ഉണ്ട്, ഇത് രണ്ടും വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അറിയിക്ക്. ഓക്കെ, സമസ്തക്കാർ ഖുർആൻ അംഗീകരിക്കില്ല, അതാണ് പ്രശ്നം എന്നൊക്കെ അയാൾ പരാതിയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പറയുന്നത് അള്ളാഹുവിന് അവയവമുണ്ട് എന്നാ. അപ്പം ഞാൻ ചോദിച്ചു, ഇതിലേതാണ് അവയവം എന്ന് എവിടെയാണ് അർത്ഥം കൊടുത്തതെന്ന്, ഇത് ഏത് വാക്കിൻ്റെ അർത്ഥമാണ് അവയവം എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ അതിന് കൃത്യമായ മറുപടി പറയാതെ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കുക. ഞാൻ ചോദിച്ചതിനില്ല മറുപടി പറയും. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നു. എന്തിപ്പോൾ ചോദിച്ചത്? ഈ ആയത്ത് അംഗീകരിക്കുന്നുണ്ടോയെന്ന് അപ്പോൾ അയാൾ ചോദിച്ചത്. ആയത്തൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ഖുർആനിലെ എല്ലാ ആയത്തും അംഗീകരിക്കും. പക്ഷേ ഇവർ പറയുന്ന അവയവമുണ്ട് എന്ന് ആയത്ത് ഖുർആനിലില്ല. ഇപ്പോൾ പറഞ്ഞ ആയത്തുകളിലൊന്നും അവയവം എന്നുമില്ല. ഇവർ പറഞ്ഞ അർത്ഥവും ശരിയല്ല. അതാണ് നമ്മളെ മറുപടി. ഏതായിരിക്കട്ടെ, ഞാനപ്പോൾ അയാളോട് ചോദിച്ചു, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന വിശ്വാസിയാണോ നിങ്ങൾ? ഒന്ന് നേരക്ക് പറയൂ. അപ്പോൾ അതിന് ഞാനാണ് ആദ്യം ചോദിച്ചത്, അതിൻ്റെ ഉത്തരം പറയൂ, മറുപടി ഒന്ന് നേരക്ക് പറയൂ, മറുപടി എന്താണ് എന്നൊക്കെ ഒന്നും കൂടി ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാളെ മറുപടി ഒന്ന് കേൾക്കാം. രാമ ഉണ്ടെന്നില്ല എന്നല്ല എനിക്ക് ഖുർആന്റെ ആയത്ത് ഞാൻ തന്നത്. എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചില്ലേ ഈ ആയത്ത് വിശ്വസിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ രാമാന്ന് വിളിച്ചിട്ടാണ്. അത് വഹാബിയുടെ സംസ്കാരമാണ്. നമ്മൾ അങ്ങോട്ട് രാമാന്നോ ഒന്നും വിളിച്ചിട്ടില്ല, ഞാൻ എഴുതി അയച്ചിട്ടുള്ളൂ. അപ്പോൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞത് ഇതാണ്, രാമ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അള്ളാഹ്ക്ക് അവയവം ഉണ്ട് എന്നാണ് പോലും പറഞ്ഞത്, ആര്? വഹാബി പറഞ്ഞത്. അപ്പോൾ അത് രാമ ഉണ്ട് എന്നല്ല പറഞ്ഞത്, ഞാൻ രാമനാണെന്നാണ് അയാൾ പറയുന്നതിൻ്റെ ചുരുക്കം. അതായത് മുസ്ലിമീങ്ങളൊക്കെ രാമനും കാഫിറും
ചെറുമകനൊക്കെയാണ് എന്നുള്ള ഇവരെ വാദം. ഏതായിരിക്കട്ടെ, അവരുടെ സംസ്കാരം. ഞാൻ അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അവനെ വേറെ എന്തെങ്കിലും അവനെ വേറെ കൃഷ്ണനോ അല്ലെങ്കിൽ ദേവീന്നോ ഒന്നും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായിരിക്കട്ടെ, അവൻ്റെ മറുപടി വാക്കി കേൾക്ക്. മറുപടി പറയണ്ടേ? കായത്തല്ല വിട്ടെന്നേ. ചോദ്യമല്ലേ ചോദിച്ചാൽ അതിന് മറുപടിയല്ലേ ഞാൻ തന്നത്. ആ മറുപടിയിലെ ഖുർആന്റെ ആയത്താണ് എനിക്ക് തന്നത്. അത് അംഗീകരിക്കൂല, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ ഇറക്കാം. ചോദ്യമല്ലേ. അപ്പം അയാൾ ഇല്ലാന്ന് പറയട ചെറുക്കാന്നൊക്കെ പറയാണ്ട് എടാന്നുണ്ട്, ചെറുക്കാന്നുണ്ട്, രാമാന്ന്, അങ്ങനെ 3 വിളിയൊക്കെ വിളിച്ച് തെറിയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുകയാണ്, അല്ലാക്ക് അവയവുണ്ട് എന്നല്ലടാ ചെറുക്ക പറഞ്ഞത് എന്നാണ് ഇയാളെ എന്നോട് എടാ ചെറുക്കാന്നൊക്കെ വിളിച്ച് കണ്ട് അവൻ്റെ വഹാബി പൈശാചിക സംസ്കാരം ലൈസൽ മുഅ്മിനു ബി ഫാഹിഷിൻ ഒരു ചർച്ച ചെയ്യുമ്പോൾ ഇത് ഫബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് സംസാരിക്കണം, നല്ല നിലക്ക് മറുപടി പറയണം, നല്ല നിലക്ക് തടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മുതലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനൊന്നും അങ്ങോട്ട് അതിന് പറഞ്ഞത് ഇതിൽ എവിടെയാണ് അവയവം എന്ന്. അപ്പോൾ ഇയാൾ അവയവമുണ്ട് എന്നാണ് പറഞ്ഞത് ആയത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ എവിടെയാണ് അവയവമുണ്ട് എന്ന്. അതിന് അയാളെ മറുപടി ഞാൻ അടുത്ത തെറി കേട്ടോളൂ. തെറി ഉണ്ടോ നോക്കാം. വോയിസ് കൈ എന്നുള്ളത് അവയവാണോ അല്ലേ അവിടെ പറയും. കൈ എന്നുള്ളത് അവയവാണോ അല്ലേ അവിടെ പറയും. അപ്പോൾ അയാൾ പറഞ്ഞത് കൈ എന്നത് അവയവാണോ അല്ലേന്ന്. അപ്പം വഹാബി മൗലവിമാർ കൃത്യമായിട്ട് അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൈ എന്നത് അവയവമാണ് എന്നാണ് ഇപ്പോൾ അയാൾ വാദിച്ചത്. അപ്പോൾ അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് അയാൾ കൃത്യമായി വഹാബി വാദമുണ്ട്. ഇനി പല വഹാബികളും പൊതുവെ പറയാറുണ്ട് ഞങ്ങൾ അവയവം ഉണ്ട് എന്ന് വിശ്വസിക്കലില്ല എന്ന്. ചില വഹാബികൾ പറയലുണ്ട്. അപ്പോൾ ഇയാൾക്ക് ആ പ്രബോധനം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ വഹാബികളുടെ ഉള്ളിലുള്ള നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു അവയവമുള്ള ഒരു ഗണപതിയെ പോലെയൊക്കെയുള്ള ഒരു കൈ 2 കൈയും വലുത്തായ ഒരു അവയവമുള്ള ഒരു ജീവിയിലാണ് ഇവർ ദൈവമായി ആരാധിക്കുന്നത്. യഥാർത്ഥ അള്ളാഹുവിനെ അല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനിയും വഹാബീസത്തിലൊക്കെ പെട്ടവർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത വോയിസും കൂടി ഇയാൾ എന്താ പറയുന്നത് നോക്കുക. എന്ത് തെറിയാ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, നോക്കാം. വോയിസിൽ വന്നോട് എന്താണ് എനിക്ക് PM-ലൊക്കെ വരുമ്പോൾ വോയിസിൽ വരാൻ വരെ പേടി. വോയിസിലേക്ക് വന്നോടെ നാട്ടിലില്ലേ ഇത് സെറ്റിംഗ്സിൽ ഇങ്ങനെ ആക്കി വെച്ചേക്ക. അതിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയാ സമസ്ത മതത്തിന്റെ വോയിസിൽ വന്നു. അപ്പോൾ സമസ്ത മതം പിന്നെന്താണ് ഗതികേട്, പിന്നെന്താ വോയിസിൽ വന്നോടെ. അപ്പോൾ ഏതായിരിക്കട്ടെ, ഞാൻ ടെക്സ്റ്റ് തന്നെ കുഴപ്പമൊന്നുമില്ല. ദളിയിലൊക്കെ ടെക്സ്റ്റിലൂടെ അല്ലേ പണ്ഡിതന്മാരൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്കതന്നെ എന്ന് കരുതി ഞാൻ എന്തു ചെയ്തു, യദ് എന്നാണല്ലോ ഇയാൾ തെളിവായി കൊണ്ടുവന്നത്. ആയത്തിലുള്ള യദ് ബിയദിഹിൽ മുൽക്കു എന്നൊക്കെ ആയത്തുകൾ. അപ്പം ഞാൻ അതിന് ടോട്ടൽ ഒരു മറുപടിയായിട്ട് പണ്ഡിതന്മാർ ഈ ആയത്തിനെ എങ്ങനെയാണ് വിലയിരുത്തിയത്, മനസ്സിലാക്കിയത്, വിശദീകരിച്ചത് എന്ന് അറിയിക്കാൻ വേണ്ടി അറബിയിലുള്ളൊരു ടെസ്റ്റ് വിട്ടു. ഇവനെ ഒന്ന് അറബി അറിയോ ഇല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് കരുതിയിട്ട് അറബിയിലുള്ളൊരു ടെസ്റ്റ് വിട്ട്. ഇമാം ബൈഹഖി, ലോക പ്രശസ്ത മുഹദ്ദിസും പണ്ഡിതനുമായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ വിവരിക്കുന്ന, അതിൻ്റെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നിലപാട് വിവരിക്കുന്ന മഹാഗ്രന്ഥമാണ്. ചുമക്കുണ്ട്, പനിയുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വോയിസും ഇതൊന്നും പറയാതെ ഇരുന്നത്. ഏതായിരിക്കട്ടെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ടെക്സ്റ്റ് വിട്ടുകൊടുത്തു. ബഹുമാനപ്പെട്ട ലോക പ്രശസ്ത മുഹദ്ദിസായ ഹദീസ് പണ്ഡിതരുടെ വലിയ മഹാനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഹാഫിളുൽ ബൈഹഖി, അവരുടെ അസ്മാ വ സിഫാത്തിലെ ഉദ്ധരണിയാണ്. അതിൽ അവർ കൊണ്ടുവന്ന് ധാരാളം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, വഖാൽ അബൂ സുലൈമാനുൽ ഖത്താബി, മഹാപണ്ഡിതരായ ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹിം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, എന്താണ്, വലൈസ മഅനൽ യദി ഇൻദന അൽ ജാരിഹ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടുക്കൽ യദ് എന്ന് പറഞ്ഞാൽ അവിടെ അവയവം അല്ല, അവിടെ അവയവം അല്ല. വഇന്നമാ ഹുവ സിഫത്തുൻ ജാഅ ബിഹ തൗഖീഫു.
അത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. ഫനഹ്നു നുത്ലിഖു അലാ മാ ജാഅത് വലാ നുകയ്യിഫുഹാ വതൻതഹി ഇലാ ഹൈസു ഇൻതഹാ ബിനാ അൽ കിതാബ് അൽ അഖ്ബാർ മഅ്സൂറ സ്വഹീഹ വഹുവ മദ്ഹബു അഹ്ലി സുന്നത്തി വൽ ജമാഅ. അവയവമല്ല എന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മദ്ഹബാണ്. അപ്പോൾ അഹ്ലു സുന്നൻ്റെ മദ്ഹബ് അവയവമല്ല എന്നതാണ് എന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അസ്മാ ഉൽ സിഫാത്തിൻ്റെ 2-ാം വാള്യം 161-ാം പേജിൽ പറഞ്ഞ ഉദ്ധരണി ഞാൻ ഇട്ടിട്ട് അർത്ഥം പറയൂ, അറബി അറിയോ എന്ന് ചോദിച്ചു. ഏത് അവയവമാണോ എന്ന് നമുക്കപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഈ ആയത്തിൻ്റെ ഒക്കെ അർത്ഥം, ഹദീസിൻ്റെ അർത്ഥം അവയവമല്ല, അതാണ് അഹ്ലുസുന്നൻ്റെ മദ്ഹബ് എന്ന് മഹാനവറുകൾ വ്യക്തമായി പറഞ്ഞ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതൻ പറഞ്ഞ ഉദ്ധരണി ഞാൻ കൊടുത്തപ്പോൾ അയാൾക്ക് അറബി അറിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അർത്ഥം പറയൂ എന്നതിന് അയാളുടെ മറുപടി ഒന്ന് കേട്ടു. അറബി അറിയില്ല എന്ന് മനസ്സിലാക്കി. വഹാബികൾ പണ്ഡിതന്മാരെ അങ്ങനെ തെറി പറയുക, കഴിഞ്ഞ കാല ലോക മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ആക്ഷേപിക്കുമ്പോൾ ഒരു അറബി ബാലബോധം പോലും അറിയില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. മറിച്ച് മലയാള പരിഭാഷ നോക്കി ഇങ്ങനെ വായിച്ചിട്ട് തീരുമാനമാക്കുന്ന വ്യക്തികളാണ്. ഏതായിരിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇയാളുടെ മറുപടി കണ്ടോ, അർത്ഥം അറിയുമെന്ന് ഞാൻ ചോദിച്ചതിന് അയാൾ കണ്ടോ അലകല് ഇതിന്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഖുർആന്റെ ആയത്തല്ല ഇട്ടുന്നത്. അതെനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടതിന്റെ മറുപടി ഞാൻ പറയും. ഇതെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. എൻ്റെ അടുത്ത് ചോദ്യമാണ്, അതിന്റെ മറുപടിയാണ് ഞാൻ ഖുർആന്റെ ആയത്തിട്ടത്. ആ ആയത്ത് അംഗീകരിക്കുമല്ലേ, അതിന് ആദ്യം മറുപടി പറയും. അറബി എനിക്കറിയാം. വലിയ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിനൊക്കെ അർത്ഥം പറയേണ്ട ഇത് എനിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ ഇവിടുന്ന് ബാലകിതാബ് കൊണ്ടെന്ന് അർത്ഥം പറയേണ്ട ആവശ്യം. ഖുർആന്റെ ആയത്ത് ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കമ വിശ്വസിക്കുന്ന അള്ളാന്റെ ഗ്രന്ഥമായ ഖുർആന്റെ ആയത്തായിട്ടാണ്. ഇത് അംഗീകരിക്കുമല്ലേ, അതിന് വോയിസിൽ വന്നിട്ട് നട്ടലിൽ ആണെന്നുണ്ടെങ്കിൽ മറുപടി പറയും. മൂപ്പരപ്പം നട്ടലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മൂപ്പർക്ക് നല്ല നട്ടലുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അറബി അറിയോ എന്ന് ചോദിച്ചതിന് അറബി അറിയും എനിക്ക്, പക്ഷേ നട്ടലുണ്ടെങ്കിൽ നീ പറയൂ എന്ത് ആയത്താണ് ഞാൻ കൊടുക്കുന്നത്. ഞാനാണ് ആയത്തിന് മറുപടിയാണ് പറഞ്ഞത്. ആയത്തിൻ്റെ ഉദ്ദേശം അവിടെ അവയവം അല്ല, ആയത്തിൻ്റെ ഉദ്ദേശം അവിടെ അവയവം അല്ല. ഇമാം ബൈഹഖി വലൈസ മഅനൽ യദി ഇൻദനാ അൽ ജാരിഹത, അവയവം അല്ല എന്ന പണ്ഡിത ലോകത്തിൻ്റെ അഭിപ്രായം, ലോകം അഹ്ലുസുന്നത്തിൻ്റെ മദ്ഹബ് അഭിപ്രായം, അഹ്ലുസുന്നത്തിൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അതിന് ആയത്തന്നെയാണ് ആയത്തിൻ്റെ അർത്ഥത്തിൽ അവയവം എന്ന് ഇതിന് അർത്ഥമില്ല എന്ന് വ്യക്തമായി പറഞ്ഞ ഉദ്ധരണി ഞാൻ കൊണ്ടുവന്നപ്പോൾ മൂപ്പർക്ക് ഇങ്ങനെ കുന്തിരി എടുത്തിട്ട് ചാടുകയാണ്. മൂപ്പർക്ക് അർത്ഥം അറബി അറിയില്ല, അങ്ങോട്ട് അറിയും പക്ഷെ പറയില്ല, നീ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തെറിയൊക്കെ പറഞ്ഞു. ഏതായിരിക്കട്ടെ, അപ്പം ഞാൻ അറബി അറിയില്ല അല്ലേ, മഹാപണ്ഡിതനാണല്ലോ എന്ന് ഞാൻ ഒന്ന് എഴുതി വിട്ടു. അതിന് ശേഷം ഞാൻ തന്നെ അർത്ഥം കൊടുത്തു. ഏതായാലും കേട്ടോ, അവനക്ക് മനസ്സിലാകട്ടെ വെച്ചിട്ട് എന്താണ് ലൈസ മഅനൽ യദി ഇൻദനാൽ ജാരിഹ. ബൈഹഖി ഇമാമിൻ്റെ ഉദ്ധരണ അർത്ഥം ഇമാം ബൈഹഖി പറയുന്നു, യദ് എന്നതിന് അവയവമല്ല, അൽ അസ്മാഉ സിഫാത്ത് ബൈഹഖി. പാളക്കിതാബ് എന്നൊക്കെ ഇവ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞത് ലോക പണ്ഡിതന്മാർ മുഴുവൻ അംഗീകരിച്ച മഹാഗ്രന്ഥമാണ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അസ്മാഉ സിഫാത്ത്. ഏതായിരിക്കട്ടെ, ഇവർ മഹാപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ മുഹദ്ദിസ് ആയ വലിയ മഹാപണ്ഡിതരായ ഇമാം ബൈഹഖി പാളക്കിതാബ് എഴുതിയ ആളാക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പാളക്കിതാബിൻ്റെ ആൾക്കാർ, ഇവർ മാത്രം വിവരമുള്ള ആൾക്കാർ. അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ, ഖുർആനിൽ യദ് എന്നതിന് അവയവം എന്ന അർത്ഥമില്ല എന്നാണ് ഇമാം ബൈഹഖി പറയുന്നത്. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ പിന്നീട് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബൈഹഖിയേക്കാൾ ഖുർആൻ പണ്ഡിതനാണ് നിങ്ങൾ എന്ന് ഞാൻ ചോദിച്ചു. അതിനുള്ള മറുപടി ഒന്ന് കണ്ടോളി. എന്താണ് അപ്പോൾ വാട കുഞ്ഞാപ്പോ പേടിത്തൂര്, ഇതൊക്കെയാണ് സംസ്കാരം. ഞാനോട് പറഞ്ഞ എനിക്ക് അറബി അറിയില്ലാന്ന്. എന്റെ ചോദ്യത്തിന് ഞാൻ അറബിയിലാണ് എനിക്ക് മറുപടി ആയിട്ട് തന്നത്. അതെനിക്ക് ഞാൻ അറബി അറിയില്ലെങ്കിൽ അതിന്റെ മലയാള പദവും ഞാൻ എനിക്ക് അതിന്റെ താഴത്ത് കിട്ടുന്നു. ഇത് രണ്ടും അംഗീകരിച്ചില്ലെങ്കിൽ ഇതേ സൂറത്തും ഇതേ ആയത്തും എന്റെ സമസ്തന്റെ പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷ ചെയ്തിട്ടുണ്ട്. അടുത്ത് പോയി നോക്ക്. ആയത്ത് അംഗീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ തൊള്ളയിൽ നിന്ന് വോയിസിൽ ഒരു മറുപടി കിട്ടിയിട്ടില്ല. കബറടക്കം ഞാൻ നടത്തും വടക്ക് ഗ്രൂപ്പിൽ. പേടി തൂറിയ എന്റെ മുമ്പിൽ വരുമ്പോ എന്താടാ എനിക്ക് വോയിസിൽ വരാൻ പേടി? എന്താടാ വോയിസിൽ വരാൻ പേടി? ഇതൊക്കെയാണ് സംസ്കാരം, ഖബറടക്കം. അപ്പം ഇതിനൊന്നും ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തുകൾക്ക് ഒരിക്കലും തന്നെ അവയവം എന്ന അർത്ഥം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് നമ്മളെ മറുപടി. അപ്പോൾ ആയത്തുകൾക്ക് ആയത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയും ആയത്തിന് ഇമ്മത്തുകൾ ആയത്തൊക്കെ വിവരിച്ച കഴിഞ്ഞ കാല ലോക ഇമാമുമാരും ഉലമാവും ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ, ആയത്ത് പഠിച്ച പണ്ഡിതന്മാർ അത് അവയവമെന്നല്ല അർത്ഥമെന്ന് പറഞ്ഞാൽ പിന്നെ
പിന്നെ ഈ 14-ാം നൂറ്റാണ്ടിൽ വന്നിട്ട് ആയത്തിന് അവയവം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പം ഞാൻ വീണ്ടും അത് അവയവമല്ല എന്ന് ബൈഹക്കിമ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഞാൻ വീണ്ടും ഇട്ടുകൊടുത്തു. അപ്പോൾ ഇയാൾ മറുപടി എന്തോളൂ അനക്ക് ഞാൻ ഖുർആന്റെ ആയത്താട്ടെന്ന് ആ ആയത്ത് അംഗീകരിക്കുമെന്ന് വെച്ച് അതേപോലെ സഹീഹുൽ ബുഖാരി അതേപോലെ മുസ്ലിം ഈ രണ്ട് ഹദീസൊന്നും ഞാൻ എനിക്ക് അതിന് മറുപടി തന്നു. ഹദീസും തന്നു ഖുർആനും തന്നു. അംഗീകരിക്കുന്നു പറയടാ കുഞ്ഞാപ്പോ വേണ്ടാ പറയട കുഞ്ഞാപ്പോ എന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. അതായത് ആയത്തും ഹദീസുമാണ് ഞാൻ ഇട്ട് തന്നത്, അംഗീകരിക്കട കുഞ്ഞാപ്പോ. അപ്പം ഇമാം ബൈഹക്കിയോ? അപ്പം ഞാൻ പച്ചി ചോദിച്ചു, ആയത്തിൽ പറഞ്ഞതിന് അവയവം എന്ന അർത്ഥമില്ലെന്ന് ഇമാം ബൈഹക്കി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആരോടെ ഇപ്പോൾ ഈ എടാ പോടാ എന്നൊക്കെ ചോദിക്കുന്ന ഇമാം ബൈഹക്കി ഇമാമിനോട്. നമ്മളിവിടെ കൊണ്ടുവന്നത് ഇമാം ബൈഹക്കി ഇമാമിൻ്റെ ഉദ്ധരണിയാണ്. അപ്പോൾ ബൈഹക്കി ഇമാമിനോടാണ് ഇപ്പോൾ ഇയാളെ ചോദ്യം. എന്നോടാണെങ്കിലും സംഭവം കൊള്ളലാർക്കാ? കഴിഞ്ഞകാല ലോക പണ്ഡിതന്മാർക്കാണ്. ഏതായിരിക്കട്ടെ, അപ്പോൾ അവർക്ക് ആയത്ത് അറിയില്ലടോ, നിനക്ക് ആയത്തറിയില്ലട ബൈഹക്കി എന്നായിരിക്കും ഇപ്പോൾ അയാൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് ബൈഹക്കി ഇമാം മാത്രമല്ല കേട്ടാ. ഞാൻ ഇട്ട ആയത്ത് അംഗീകരിക്കുമല്ലേ, നിങ്ങളുടെ മറുപടി പറയാം. എന്താ പിന്നെ ആയത്തിന്റെ അർത്ഥം? കുറച്ച് സമാധാനമുണ്ട്. അങ്ങോട്ട് വോയിസിൽ വാട രാമാന്ന്. അപ്പം രാമാന്നൊക്കെ വിളി. അപ്പം ഞാൻ ഏതെടുക്കട്ടെ, ബൈഹക്കി അവിടെ എടുക്കട്ടെ. ഞാൻ അടുത്ത ഉദ്ധരണി കൊണ്ടുവന്നു. എന്നിട്ട് ഫത്തുഹുൽ ബാരിയിൽ ഇമാം ഹാഫിദ് സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ ആധികാരിക വ്യാഖ്യാനമായ ഫത്തുഹുൽ ബാരി അതിൻ്റെ 3-ാം വാള്യം 541-ാമത്തെ പേജിൽ വമആദല്ലാഹ് അയക്കൂന ലില്ലാഹി ജാരിഹ, അള്ളാഹുവിന് അവയവമുണ്ടാവലിനെ തൊട്ട് അള്ളാഹു കാവലാണ്, അള്ളാഹുവിന് കാവലുണ്ട്. അങ്ങനെ നമ്മൾ വാദിക്കലിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന നിലക്ക് പറഞ്ഞ ഉദ്ധരണി ഞാൻ കൊണ്ടുവന്നു. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതാവ് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നു, അള്ളാഹുവിന് അവയവം ഉണ്ടാവലിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് എന്ന ഉദ്ധരണി ഫത്തുഹുൽ ബാരിയാണ് രണ്ടാമതായി കൊണ്ടുവന്നു. 100 കണക്കിന് ഉദ്ധരണികൾ അള്ളാഹുവിന് അവയവമില്ല എന്ന് പറഞ്ഞ ലോക പണ്ഡിതന്മാരുടെ 100 കണക്കിന് പണ്ഡിതന്മാരുടെ തന്നെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ പേടിത്തൂറിയേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ ഒരു പരിഹാസ്യത്തിൻ്റെ സ്റ്റിക്കർ ഇട്ടു. പരിഹസിക്കലും തെറി പറയലല്ലേ ഇവർക്കുള്ളൂ, നമ്മൾ ആകെ ഉദ്ധരണി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തെറി തുടരൂ എന്ന് ഒറ്റ വാക്കിൽ ഒരു വാക്ക് പറഞ്ഞു. അതിനിപ്പോൾ ഇയാൾ ഹാഫിദ് ഇബ്നു ഹജർ ഫത്തുൽ ബാരിനെ പറ്റി എന്താ പറയുന്നുണ്ടോ എന്ന് കേട്ടു നോക്കുക. അതിൽ തെറി ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളി. അത് ഖുർആനിൽ അംഗീകരിക്കൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഇപ്പെട്ടത് സഹീഹുൽ ബുഖാരിനെ കുറിച്ചാണ്. ഖുർആൻ അംഗീകരിക്കൂല എന്ന് ഉറപ്പിച്ചു. പിന്നെ ബുഖാരി എടുക്കാൻ. അപ്പം ഖുർആൻ്റെ വ്യാഖ്യാനം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനം, അതിൽ അവയവം എന്ന അർത്ഥമല്ല ആ യതിന് ഉള്ളത് എന്നാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ചോദിച്ചാൽ ഖുർആൻ അംഗീകരിക്കില്ല. ഖുർആനിൽ ആ ദുർവ്യാഖ്യാനം അംഗീകരിക്കില്ല. അവയവമുണ്ട് എന്ന ദുർവ്യാഖ്യാനം ഉണ്ടല്ലോ, അത് അംഗീകരിക്കില്ല. പക്ഷെ ഖുർആൻ അംഗീകരിക്കും. ഏതായിരിക്കട്ടെ, അയാൾ തെറി തുടരൂ എന്ന് പറഞ്ഞതിന് മറുപടി എന്താ നോക്കാം. തെറി തുടരൂ എന്ന് പറഞ്ഞപ്പോൾ വോയിസിൽ വന്ന മറുപടി. വോയിസിൽ ഓനും ഞാനും കൂടി തെറി പറയാനാ. എനിക്ക് തെറി അറിയില്ല മോനെ, ഒക്കെ നിർത്തി തെറിയൊക്കെ വേറെ തന്നെ കുറേ നന്മകൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്, തെറി പറയുന്ന ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഖുർആനും സുന്നത്തും പഠിച്ചവരാണ് ഇമാം അസ്കലാനി, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹും എന്ന് ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ മറുപടി ഒന്ന് കേട്ടോളൂ. എന്താ പറയുന്നത്, തെറിയണം എന്താണെന്ന് അറിയില്ല. ഞാനാദ്യം എൻ്റെ ഫോട്ടോ ഒക്കെ നിർത്തക്കട്ടോ, യൂട്യൂബിൽ നോക്കട്ടെ, ഫോട്ടോ നോക്കട്ടെ. അപ്പോൾ ഈ 2 ഇമാമുമാരുടെ ഉദ്ധരണി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഖുർആനും സുന്നത്തും പഠിച്ചവരാണ് ഇമാം അസ്കലാനിയും ഇമാം ബൈഹഖിയും റളിയല്ലാഹു അൻഹും. അപ്പോൾ അവരൊന്നും ഖുർആൻ അറിയാതെ എന്തല്ല തോന്നിയാസനം പറഞ്ഞതല്ല എന്ന നിലയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ മൂപ്പര് പറയാം, എൻ്റെ ഫോട്ടോ ഞാൻ നോക്കട്ടെ എന്ന്. അതാണിപ്പോൾ മറുപടി. ഇനിയിപ്പോൾ എന്താക്കുക, എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്തോ ചേമ്പാക്കും. എൻ്റെ ഫോട്ടോക്ക് എല്ലാവർക്കും അറിയാം, ഇനി എല്ലാവർക്കും അറിയാം. ആർക്ക്? ഇവിടെ കുറേ യൂട്യൂബർക്കും അറിയാം, വാട്സപ്പേർക്കും അറിയാം. ഏതായിരിക്കട്ടെ, അപ്പോൾ അതുകൊണ്ടൊന്നും ഇവിടെ പേടിയില്ല, ഒന്നുമില്ല. എൻ്റെ ഫോട്ടോ നോക്കാൻ പോകണം, അങ്ങനെ ഫോട്ടോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അതുകൊണ്ട് ഇപ്പോൾ എന്താ അവിടെ കാര്യം, എൻ്റെ ഫോട്ടോക്ക് എല്ലാവർക്കും അറിയാമെന്ന്. ഏതായിരിക്കട്ടെ, ഞാൻ ചോദിച്ചു, ഖുർആനും സുന്നത്തും പഠിച്ചവരാണ് ഇമാം അസ്കലാനി റഹ്മത്തുള്ളാഹി, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി. അവർ പറയുന്നു, ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ യദിന് വജ്ഹിന് അവയവമല്ല
എന്ന് ഞാൻ ഒന്നും കൂടി അയാൾക്ക് മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, എൻ്റെ ഫോട്ടോ ഒന്ന് ധൈര്യം ഉണ്ട് വിടാനെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഇതുവരെ വിട്ടിട്ടില്ല, വിടില്ല, എനിക്ക് തോന്നുന്നില്ല. ഏതായിരിക്കട്ടെ, ഇവൻ്റെ ഫോട്ടോ എന്തോ പുല്ലാണ്, പുൽച്ചാടി. വോയിസിൽ വരാത്ത എങ്ങനെ ഫോട്ടോ ഇടല്? എന്റെ ഫോട്ടോ ഇടാൻ ധൈര്യം ഉണ്ടാവും. ലൈവിൽ വിളിച്ചോ, വീഡിയോ കോളിൽ വിളിച്ചോ, വാട്സപ്പ്. ഏതായിരിക്കട്ടെ, ഓൻ്റെ ഫോട്ടോ ഇതുവരെ വിട്ടിട്ടില്ല, വീഡിയോ കോൾ വിളിച്ചാനൊക്കെ പറയണേ. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്യണേ. ഏതായിരിക്കട്ടെ, അപ്പോൾ ഓൻ എൻ്റെ ഫോട്ടോ തിരഞ്ഞെടുത്ത് എടുത്തതാണത്. ഖുർആനും സുന്നത്തും പഠിച്ചവരാണ് ഇമാം അസ്കലാനി, ഇമാം ബൈഹഖി. അവർ പറയുന്നു, ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ യദിന് വജ്ഹിന് അവയവമില്ല എന്ന് ഞാൻ വീണ്ടും ആ മറുപടി റീപോസ്റ്റ് ചെയ്തു. ഏതായിരിക്കട്ടെ, പിന്നെ ഇപ്പം എൻ്റെ ഫോട്ടോ എന്തോ ഉണ്ട്. എനിക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ, യൂട്യൂബിൽ സെറ്റപ്പ്. യൂട്യൂബിലൊക്കെ വരുമല്ലോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ മറുപടി ഇവൻ്റെ തേറിങ്ങോട്ട് റീപോസ്റ്റ് ചെയ്തോട്ടെ, അതാ നല്ലത്. ഞാൻ ഏതായാലും യൂട്യൂബിൽ ഞാൻ ഇടുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ഞാൻ പറഞ്ഞതാണ്, ലോക പണ്ഡിതന്മാർ ഖുർആൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാത്ത അവയവങ്ങളുള്ള ഗണപതിയാണോ നിൻ്റെ ദൈവം എന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു അയാളോട്. ഖുർആനും സുന്നത്തിലൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത ലോക പണ്ഡിതന്മാർ പറയാത്ത, പഠിപ്പിക്കാത്ത, അവരൊക്കെ ഖുർആൻ തന്നെയല്ലേ പഠിപ്പിച്ചത്, സുന്നത്ത് തന്നെയല്ലേ പഠിപ്പിച്ചത്. അവർ പറയുന്ന അവയവമല്ലാന്ന്. അപ്പോൾ ഇവൻക്ക് അവയവമുണ്ട്, അപ്പോൾ പിന്നെ ഇവൻ ഗണപതിയായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. രാമ അസ്ലം കാമിൽ സക്കാഫി എന്നോട് ഞാൻ ചോദിച്ചത് ഖുർആന്റെ ആയത്ത് അംഗീകരിക്കോ ഇല്ലേ എന്നാണ്. ഞാനിട്ട ആയത്ത് അംഗീകരിച്ചോ ഇല്ലയോ അതിന് മറുപടി കിട്ടിയിട്ടില്ല. വോയിസിൽ വന്നിട്ട് നട്ടല്ലുണ്ടെങ്കിൽ ജിക്കാമിലാണ് എല്ലാ ബിരുദം നേടിയിട്ട് കുത്തിരിക്കാണ് ജിക്കാമിൽ സക്കാഫി. അസ്ലം കാമിൽ സക്കാഫി എന്നോടാ ഞാൻ ചോദിക്കണത്, നട്ടലുണ്ട് ഞാൻ വിട്ട ആയത്ത് അംഗീകരിക്കുമല്ലേ? തൊള്ള തുറന്നിട്ട് മറുപടി പറയടാക്കില്ല. ആണാണ് ഞാൻ ഇതുവരെ അവൻ ആണാണോ പെണ്ണാണോ എടാ പോടാ നട്ടെല്ലുണ്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. വഹാബിൻ്റെ സംസ്കാരം അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഖുർആനും ഹദീസിലും അവയവം എന്നേ ഇല്ല, മറിച്ച് അതിന് അവയവം എന്ന് അർത്ഥവും ഇല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ എത്ര വട്ടം പറഞ്ഞു കൊടുത്തു. അത് അംഗീകരിക്കാൻ തയ്യാറില്ല. അതിന് തെളിവുകളോടുകൂടെ, ലോക പണ്ഡിതന്മാരുടെ തെളിവുകളോടുകൂടെ. അപ്പോൾ ഇയാൾ ഈ വെല്ലുവിളിക്കുന്ന ആരെയാണ്? മഹാന്മാരായ ഇമാം ബൈഹഖി ഇമാമിനെയാണ്, ഇമാം വിജൻ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്, ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അല്ലാതെ ആരെയാ വെല്ലുവിളിക്കുന്നത്? നമ്മൾ അവരുടെ ഉദ്ധരണിയല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അവരൊക്കെ പയച്ചുപോയി, അവരൊക്കെ ഖുർആൻ അറിയാത്തവർ. ഇതാണ് ഈ വഹാബീസം. കാന്തമതക്കാർ എഴുതിയ ഒരുപാട് ബുക്കുണ്ട്. അള്ളാഹുവിന്റെ ഓരോ കൈകളെ അള്ളാഹ് സിംഹാസനത്തിലേക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ഈ മഹാന്മാരൊക്കെ ഖുർആനിലും സുന്നത്തിലും പറഞ്ഞത് പഠിച്ചവരാണ്. അവർ അതിന് എന്നതിന് അവയവം എന്ന അർത്ഥം പറയുന്നില്ല എന്ന് വ്യക്തമായി വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു. പേടിത്തൂരി അയ്യമോൽ അടിച്ചിട്ട് ചെന്തെടുക്കാത്ത ഇനി നമുക്ക് അയ്യമോൽ ലൈവ് വേണമെങ്കിൽ വിളിക്കാം, വീഡിയോ കോൾ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം, വോയിസ് ആണ് അങ്ങനെ വിളിക്കാം. 2 റെക്കോർഡാണ്. എന്ത് ഈ എടുക്കാത്ത? പെട്ടെന്ന് ഇരിക്ക്, തൊള്ള തുറന്ന് സംസാരിക്കുക. മൂപ്പർക്ക് ഇപ്പോൾ തൊള്ളൊന്ന് ഞാനും തെറി പറയണം. അപ്പോൾ അതിനൊക്കെയാണ് മൂപ്പർക്ക് നേരിട്ട് വോയിസ് ഇടണം. IMAയിലൊക്കെ ഇപ്പോൾ ഗൾഫിലാണെന്ന് അറിയില്ല. ഏതായിരിക്കട്ടെ, ഞാൻ പല കാരണത്താൽ, ഒന്ന് നല്ല പനിയുണ്ട്, ചുമയുണ്ട്, പിന്നെ ഈ തെളിവുകളൊക്കെ ഇങ്ങനെ ഓരോന്നിട്ടെടുക്കാൻ വാട്സപ്പിന് ഏറ്റവും സുഖം എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാനതെടുത്തിട്ടില്ല. ഏതായിരിക്കട്ടെ, ഇങ്ങനെയല്ല ഇതുവരെ സംസാരിച്ചത്, ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇമാം ബൈഹഖിയും അസ്കലാനിയും റളിയല്ലാഹു അൻഹും ഖുർആൻ തിരിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര മറുപടി, പേടിത്തൂരി കേൾ ചെയ്തിട്ട് എടുക്കുന്നില്ല, പേടിച്ചിട്ട് എന്നൊക്കെയാണ്. നിൻ്റെ തെറി കേൾക്കണ്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു. പേടിച്ചിട്ടല്ല, തെറി ഇങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കും അത് കൃത്യമായിട്ട് ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. വാട്സപ്പ് ആകുമ്പോൾ നമ്മൾ ഓണം സംസാരിച്ച് പറയാം. ഏതായിരിക്കട്ടെ, അയാൾ എന്തോ പറയുന്നുണ്ട്. അന്നെ ഞാൻ എവിടെയും തെറി പറഞ്ഞിട്ടില്ല. തെറി പറഞ്ഞ വോയിസ് ഒന്നും കേട്ടിട്ട് ഇതെന്താ വോയിസിൽ വന്നിട്ട് സംസാരിക്കരുത്. ഇങ്ങനെ പേടിത്തൂറിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ആ ഗ്രൂപ്പിൽ തന്നെ അറിയും. അപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊന്നും തെറിയല്ല എന്നാണ് പറഞ്ഞത്. തെറിയൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല കേട്ടാ, നല്ല കുട്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, രാമ എന്നത് തെറിയല്ലേന്ന് ചോദിച്ചു. കുറേ രാമ വിളിച്ചിക്കണ്. ഏതായിരിക്കട്ടെ, ഇമാം ബൈഹഖി അസ്കലാനി ഖുർആൻ തിരിഞ്ഞില്ല അല്ലേ ഞാൻ ചോദിച്ചു. അവർ പാള കിതാബ് എഴുതിയവരാണോ ചോദിച്ചു. പിന്നെ അപ്പോൾ 2 തെളിവാണ് അവൻ ഇട്ടെടുത്തത്. മറ്റൊരു തെളിവ് കൂടി ഇട്ടെടുത്തു. ഇബ്നു ബത്താർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അള്ളാഹുവിൻ്റെ എന്താണ്
ലൈസ ബിജാരിഹ, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ സിഫത്താണ്. അള്ളാഹുവിൻ്റെ യമീൻ എന്ന് പറഞ്ഞാൽ അത് അവയവം അല്ല. ഖിലാഫ് അല്ലിമാ തഅ്തഖിദുൽ ജിസ്മിയത്തു, മുജസ്സിമത്ത്, അള്ളാഹു ജിസ്മുണ്ട് എന്ന് പറയുന്നവരാണ് അവയവമാണ് എന്ന് അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കുന്നത്. ഇസ്തിഹാലത്ത് ജവാസി വസ്ഫി ബിൽ ജവാരിഹ്, അവയവമുണ്ട് എന്ന് വിശേഷിപ്പിക്കൽ അള്ളാഹുവിന് ലോജിക്കലി അല്ല, അത് ബുദ്ധിപരമായിട്ട് ലോജിക്കലി അല്ല. ഇസ്തിഹാലത്തി കൗനിഹ ജിസ്മൻ എന്നൊക്കെ മഹാനവറുകൾ പറഞ്ഞ ഇബ്നു ബത്താർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുഖാരിയുടെ ഷറഹിൽ, സഹീഹ് ബുഖാരിയുടെ ഷറഹ് 3-ാം വാള്യം 412 പറഞ്ഞ ഉദ്ധരണി ഞാൻ കൊണ്ടുവന്നു കൊടുത്തു. ശേഷം വീണ്ടും അയാൾക്ക് ഞാൻ ഇമാം ഫത്ഹുൽ ബാരിയിലെ ഒരു ഉദ്ധരണി ഞാൻ കൊണ്ടുവന്നു കൊടുത്തു. ഇബ്നുൽ ബത്വാൽ റഹ്മത്തുള്ളാഹി അലൈഹി യുടെ ഉദ്ധരണി, ലിമ ഖലഖതു ബിയദയ്യ, അള്ളാഹു എൻ്റെ 2 യദുകൊണ്ട് ഞാൻ ആദമിനെ പടച്ചു എന്ന് പറയുന്ന ഭാഗത്തുള്ള ഉദ്ധരണി. അതിനെ ഞാൻ അറബിയിലുള്ള ഉദ്ധരണി ഇവിടെ ഉണ്ട്. ഇബ്നു ബത്താർ റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ, ഫി ഹാദിഹിൽ ആയ ഇസ്ബാത്ത് യദൈനില്ല, അള്ളാഹ്ക്ക് 2 യദുണ്ട് എന്ന് ഖുർആനിലുണ്ട്. വഹുമ സിഫത്താനി മിൻ സിഫാത്തി ദാത്തി, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ സിഫത്താണ്. വലൈസത്താ ബിജാരിഹത്തൈനി, അത് അവയവം അല്ല. ഖിലാഫൽ മുശബ്ബിഹത്തി മിനൽ മുസ്ബിത, എന്നാൽ അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്ന ഒരു വിഭാഗം അവയവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എതിരാണ് അഹ്ലുസുന്നൻ്റെ വാദം. വൽ ജഹ്മിയ്യ മിനൽ മുഅത്തില, ജഹ്മിയാക്കളും അങ്ങനെ വാദിക്കുന്നുണ്ട്. ഫത്ഹുൽ ബാരിയിൽ നിന്നും ഞാൻ ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദ്ധരണി പോസ്റ്റ് കൊടുത്തു. ഏതായിരിക്കട്ടെ, അതിനൊക്കെ തെറിയന്നെയാണ് മറുപടി. ആര് പറയണോ ഞാൻ അംഗീകരിക്കും, ഖുർആന്റെ മേലക്ക് ഒരുത്തം പറഞ്ഞാലും അംഗീകരിക്കും. അതിപ്പം പറഞ്ഞ് ഖുർആൻ്റെ മേലക്ക് ഒരുത്തം പറഞ്ഞാലും അംഗീകരിക്കൂല. അപ്പോൾ ഈ പണ്ഡിതന്മാരൊക്കെ ഒന്നും ഖുർആൻ്റെ മേലക്ക് പറഞ്ഞവരാണ്. ആര് ലോകത്ത് ഇപ്പം നമ്മൾ എത്ര പണ്ഡിതന്മാരെ ഉദ്ധരണി കൊണ്ടുവന്നു? ഇബ്നു ബത്താൽ, ഇമാം ഖത്താബി, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പണ്ഡിതന്മാർ മുഴുവനും അള്ളാഹ്ക്ക് അവയവമില്ല എന്ന് പറഞ്ഞതാ. അപ്പോൾ അത് ഖുർആന് വിരുദ്ധമാണ്. ഇവൻ മനസ്സിലാക്കിയ ഇതിന് വിരുദ്ധമായി എന്നല്ലാതെ അള്ളാഹിൻ്റെ ഖുർആൻ അതൊന്നും വിരുദ്ധമല്ല. ഈ ലോക പണ്ഡിതന്മാരെ മുഴുവനും തള്ളുകയാണ് എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആന് എതിരായിട്ട് ഏത് ഹദീസ് ഏത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരങ്ങളാൽ അല്ലെങ്കിൽ കൈകളാൽ എന്ന് പറയുമ്പോൾ, അതിന് എതിനവിടെ കരം കൈ എന്നൊക്കെ അവയവം എന്ന അർത്ഥത്തിനുള്ള കൈ ആണ്, അല്ലെങ്കിൽ അവയവം എന്ന അർത്ഥത്തിനാണ് യദ് എന്ന് ഒരു തെളിവും ഇയാൾ കൊണ്ടുവന്നിട്ടില്ല. അത് വേറെ വിഷയം. ഏതായിരിക്കട്ടെ, ഞാൻ ലാസ്റ്റ് ചോദിച്ചു. ലോക പണ്ഡിതന്മാർ മുഴുവനും സഹീഹ് ബുഖാരിയുടെ ഷറഹ് എഴുതിയ ഇമാം അസ്ഖലാനി, ഇമാം ഇബ്നുൽ ബത്താൽ, ലോക പ്രശസ്ത മുഹദ്ദിസ് ഇമാം ബൈഹഖി തുടങ്ങിയ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ഖുർആനിലെ യദിന് വജ്ഹിന് അവയവം എന്ന് അർത്ഥമില്ല എന്ന് പറയുന്നു. അവരെല്ലാം പേച്ചവരാണോ എന്ന് ചോദിച്ചതിന് അവസാനത്തെ അവൻ്റെ മറുപടി അതാണ്. എന്താണ്? ഖുർആൻ അംഗീകരിക്കാത്ത നിക്ക് എന്ത് ഇസ്ലാം, പോടാ. ഇതാണ് മറുപടിയുടെ ചുരുക്കം. ഇതാണ് വഹാബി. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിനെ ഇനിയുണ്ട് കേട്ടോ, 100 കണക്കിന് ഉദ്ധരണി ഇവിടെ ഉണ്ട്. അള്ളാഹുവിന് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല.